ന്യൂസ് ട്രെൻഡ്സ് തുടരുന്നു. RSS നേതാക്കളുമായി RSSന്റെ പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. DGP നേരിട്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു. ഇടതുമുന്നണിക്കകത്തും നടപടി ആവശ്യപ്പെട്ട് കടുത്ത സമ്മർദ്ദമുണ്ട്. ഇതിൽ പാർട്ടിതല അന്വേഷണം അടക്കം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് CPIയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. CPI നേതൃത്വത്തിലും RSS നേതൃത്വവുമായി ചർച്ച നടത്തിയ നേതാവിനെ സംരക്ഷിക്കുന്നതിൽ അതൃപ്തിയുണ്ട് എന്നത് ഏറെ നിർണായകമായ വിവരമാണ്. VV വിനോദ് ചേരുകയാണ്. വിനോദ്, ഇത് പറഞ്ഞ് നിൽക്കാവുന്ന ഒരു വിവാദമല്ല. മറ്റെന്ത് വിവാദമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള, മുഖ്യമന്ത്രി പലപ്പോഴും സംരക്ഷിക്കുന്ന, മുഖ്യമന്ത്രിയുടെ അനുഗ്രഹ ശിരസ്സുകളുള്ള ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി കണ്ടു എന്നുള്ളത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് കരുതാനാവില്ലല്ലോ. അതനുസരിച്ചുള്ള അസംതൃപ്തി മുന്നണിയിൽ ഉള്ള സാഹചര്യത്തിൽ എന്താണ് ഇപ്പോൾ സർക്കാർ തലത്തിലെ ആലോചന? മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ADGPയുടെ നടപടി അതിനെ പരസ്യമായി തന്നെ CPI വിമർശിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം. ഇവിടെ CPM പോലും ADGPയെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ MV ഗോവിന്ദന്റെ നിലപാട്, ആദ്യം അദ്ദേഹം ആരെയും കാണാം എന്നൊരു നിലപാട് സ്വീകരിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അതിർത്തി വ്യക്തമാക്കി. മാത്രമല്ല LDF കൺവീനർ അദ്ദേഹവും ഈ കാര്യത്തിൽ വിമർശിക്കുന്ന ഒരു നിലപാട്, ADGPയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. സർക്കാർ അത് പരിശോധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. പൂർണ്ണമായും ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി എടുക്കുന്ന നടപടി, അത് എന്ത് നടപടിയായാലും വളരെ ശ്രദ്ധേയമാണ്. സംരക്ഷിച്ചാൽ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്ന് മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ ADGPയെ കൈയൊഴിയേണ്ടി വരും. ഈ PV അൻവർ അടക്കമുള്ളവർ ഉന്നയിച്ച ആരോപണം, കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ADGPക്ക് പങ്കുണ്ട് എന്ന വിവരം, അവിടെയാണ് കൂടുതൽ സംശയങ്ങൾ ഉയർത്തി, അല്ലെങ്കിൽ എന്തിന് ഇങ്ങനെ RSS നേതാക്കളുമായി ചർച്ച നടത്തുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച് 2 RSS നേതാക്കളെയാണ് കണ്ടത്, ദത്താത്രേയെയും അതോടൊപ്പം തന്നെ റാം മാധവനെയും. ഇത് അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു, ദിവസങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നതും കൂടുതൽ ശ്രദ്ധേയമാണ്. 2023 മെയ് 22-നായിരുന്നു ദത്താത്രേയുമായുള്ള കൂടിക്കാഴ്ച. ജൂൺ 2-ന് തൊട്ടടുത്ത മാസം തന്നെ 2-ാം തീയതി കോവളത്ത് റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ബിസിനസ്സുകാരായ ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ പേരുകൾ ആരൊക്കെ എന്നത് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ബിസിനസ്സുകാരായ സുഹൃത്തുക്കൾ, അതിൽ തന്നെ CPM ബന്ധമുള്ള ചിലരുണ്ടെന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും സ്ഥിരീകരണമില്ല. പക്ഷേ ആ കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്, എന്തിനായിരുന്നു കൂടിക്കാഴ്ച? ചില കാര്യങ്ങൾ പറയുന്നത് അജിത് കുമാർ DGP സ്ഥാനം മോഹിച്ചിരുന്നു, അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ പിന്തുണ ആവശ്യമാണ്, രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചാൽ ഈ കാര്യങ്ങൾ എളുപ്പമാകും, DGP പദവിയിലേക്കുള്ള യാത്ര എളുപ്പമാകും, ആ തരത്തിലൊക്കെ പറയുന്നെങ്കിൽ കൂടിയും അങ്ങനെ വഴിവിട്ട രീതിയിൽ ഒരു IPS ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും അത് അച്ചടക്ക ലംഘനമാണ്, സർവീസ് ചട്ട ലംഘനമാണ്, അധികാര ദുർവിനിയോഗമാണ്. ആ നിലയ്ക്കൊക്കെ പരിഗണിക്കേണ്ട വിഷയമായി ഇത് സർക്കാരിന് മുന്നിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ DGPയോട് കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് തന്നെ DGPയെ വിളിച്ചു വരുത്തിയിരുന്നു. DGPക്കും പല കാര്യങ്ങളിൽ ADGPയോട് അതൃപ്തിയുണ്ട്. നേരത്തെ DGP അറിയാതെ തന്നെ ചില ഉത്തരവുകൾ, സർക്കുലറുകൾ ഒക്കെയും പുറത്തിറക്കിയിരുന്നു. അതെല്ലാം തിരുത്തേണ്ട നിലയിലേക്ക് പിന്നീട് DGP പോവുകയും ചെയ്തു. സൂപ്പർ DGP അജിത് കുമാർ ചമയുന്നു എന്നത് തന്നെയാണ് പലപ്പോഴായി ഉയർന്നു വന്ന ആരോപണങ്ങൾ. ഏതായിരുന്നാലും അത്യന്തം ഗൗരവതരമായ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ അന്വേഷണം DGP നടത്തുന്നത്. ഈ നടപടിയിലേക്ക് പോവുക, അതിപ്പോൾ കഴിഞ്ഞ ദിവസം PV അൻവർ പറയുകയുണ്ടായി, കേവലം ഒരു സസ്പെൻഷൻ മാത്രമല്ല, അത് ഏതൊരു പോലീസുകാരനെതിരെയും ഉണ്ടാകുന്ന നടപടിയാണ്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചു വരും. ഈ പറഞ്ഞതുപോലെ അതൊരു കടുത്ത നടപടിയെ കാണാനാവില്ല. ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കുക എന്ന ശക്തമായ ആവശ്യമാണ് PV അൻവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക്
അത്ര കടുത്ത നിലയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾക്ക് മാറാൻ കഴിയില്ലല്ലോ. ഇപ്പോഴത്തെ ഈ കേവലമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ സർവീസ് തല നടപടിയെടുക്കാൻ പര്യാപ്തമായ ഒന്നല്ല. പക്ഷേ അതിന് ഉപോത്ബലകമായ മറ്റു ചില തെളിവുകൾ കണ്ടെത്തേണ്ടി വരും. ഈ അൻവർ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അതൊക്കെ തെളിവുകൾ കണ്ടെത്തണം, അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഉടനടി എന്നൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാഹചര്യമല്ലല്ലോ. ഒപ്പം LDFിലെ ഘടകകക്ഷികളെ, അസംതൃപ്തരായ CPI അടക്കമുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും വേണം. അതിനുള്ള സമയം കൂടി എടുത്തുള്ള നടപടികളിലേക്കല്ലേ പോകൂ? CPI കടുത്ത നിലപാടിലാണ്. കാരണം ഈ തൃശ്ശൂരിലെ തോൽവി, അവിടെ സുരേഷ് ഗോപി വിജയിക്കാനിടയായ സാഹചര്യം, അത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടത് അതിനൊരു പ്രധാന കാരണമായി എന്ന് തന്നെയാണ് CPI കണക്കാക്കുന്നത്. സുനിൽകുമാറിന്റെ തോൽവി അത് സംബന്ധിച്ച് ഇപ്പോൾ സുനിൽകുമാർ തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പൂരം കലക്കിയതിന് മുന്നിൽ ഒരു വശത്ത് RSS ആണ് എന്ന കാര്യം വ്യക്തമായി. എന്നാൽ മറുവശത്ത് ആരാണ്? അത് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറയുന്നത് സർക്കാരിന്റെ മുന്നണിയുടെ ഭാഗമായി ഉള്ള ഒരാളായതുകൊണ്ട് തനിക്ക് അതിനപ്പുറത്തേക്ക് മറ്റ് പരാമർശങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല. അതായത് അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചത് തന്നെയാണ് ADGPയുടെ നടപടിയെ CPI വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ അത് CPIക്ക് വെളിപ്പെടണം എന്ന് മാത്രമല്ല, കേരള ജനതയ്ക്ക് കൂടി മനസ്സിലാകണം എന്ന കാര്യമാണ് ബിനോയ് വിശ്വം പറയുന്നത്. എന്തുകൊണ്ട് ഈ കൂടിക്കാഴ്ച നടത്തുന്നു എന്നത് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ഈ ഒരു നിലപാടിലാണ് CPI നിൽക്കുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ അജിത് കുമാറിനെ എത്ര ദൂരം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ CPM-ന് കഴിയും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കഴിയും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. CPM-നുള്ളിലും ഇങ്ങനെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ എതിർ സ്വരങ്ങളുണ്ട്. അത് തന്നെയാണ് LDF കൺവീനറുടെ ഭാഗത്തു നിന്നും പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും എല്ലാം മനസ്സിലാകുന്നത്. കൂടിക്കാഴ്ചകളിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ അതും മറ്റൊരു കാര്യമായി വരുന്നുണ്ട്, ഗൗരവമുള്ള വിഷയമായി വരുന്നുണ്ട്. ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? ഈ രണ്ട് RSS നേതാക്കളെ കാണുമ്പോൾ മാത്രമല്ല, ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരുമായി ഈ കൂടിക്കാഴ്ചകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. സർവീസ് ചട്ട ലംഘനമാണ്. ഏതെങ്കിലും സ്ഥാനം മോഹിച്ചാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെയുള്ള നടപടി അത് ഏവരും ആവശ്യപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസത്തെ PV അൻവറിന്റെ ചില പോസ്റ്റുകൾ പോലും, അദ്ദേഹം ഫേസ്ബുക്കിൽ ഇടുന്ന ചില പോസ്റ്റുകൾ പോലും അദ്ദേഹം സമയം നോക്കിയിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയ ടീം അദ്ദേഹത്തിന്റെ കൂടി അറിവോട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതായത് രണ്ടാമത്തെ വിക്കറ്റ് സുജിത് ദാസാന്റെ സസ്പെൻഷനായിരുന്നു. ഒന്നാമത്തെ വിക്കറ്റായി PV അൻവർ വിശേഷിപ്പിച്ചത്. രണ്ടാമത്തെ വിക്കറ്റിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്നു. അതിനർത്ഥം CPI ഒരു വശത്ത്, PV അൻവർ മറുവശത്ത്, അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ സർക്കാരിനകത്ത് തന്നെ ഈ അജിത് കുമാറിന്റെ നീക്കങ്ങളെ വിമർശിക്കുന്ന, അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. അതിപ്പോൾ CPM-നുള്ളിലും അൻവറിന്റെ അജിത് കുമാറിന്റെ നടപടികൾ ശരിയല്ല, അജിത് കുമാറിനെതിരെ നടപടി അത് ഏത് തരത്തിലുള്ള നടപടി എന്നത് ഇനിയും വ്യക്തമാകണം. യഥാർത്ഥത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചകളെ അത്ര പെട്ടെന്നോ അത്ര ലാഘവത്തോടെയോ സർക്കാരിന് വിശദീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അജിത് കുമാറിനെ സംരക്ഷിച്ചാൽ ഉറപ്പായും CPI അടക്കം ഘടകകക്ഷികളോട് മറുപടി പറയേണ്ട നിലയിലേക്ക് സർക്കാർ എത്തും, അല്ലെങ്കിൽ CPM എത്തും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എത്തും. ശരി, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.